ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്ന മുമ്പായിട്ടൊക്കെ മുഖത്ത് വന്ന് ചേഞ്ച് അങ്ങനെ ഉണ്ട്. ചിലതായിട്ട് താടി മീശയിൽ എവിടെയാണ് നോക്കിയിട്ട് അവസാനം കുളമായി അവസാനം ഫുള്ള് എടുക്കേണ്ടി വന്നു. ബോറായിപ്പോൾ അല്ലേ? കുഴപ്പമില്ല, വളരുമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇടുക്കി ട്രിപ്പ് കഴിഞ്ഞ് നമ്മളെ വണ്ടി മൊത്തം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടുക്കി ഓഫ് റോഡ് ചെയ്യുന്നുണ്ടാണെന്ന് അറിയാൻ വയ്യ. വണ്ടി ചെറുതായിട്ട് അവിടെ നിന്ന് താഴോട്ട് ഇറക്കി നമ്മുടെ ഏതാണ് ഈ സ്റ്റെപ്പിൽ നിന്ന് വണ്ടി ചെറുതായിട്ട് താഴോട്ട് ഇറക്കി. ഇത്ര നാൾ വണ്ടി പണിയുന്ന നമ്മൾ ആ വഴി വെച്ചായിരുന്നു. അവിടെ നിന്ന് താഴോട്ട് ഇത് ഇറക്കി വീട്ടിൻ്റെ മുറ്റത്തൊക്കെ കൊണ്ടുവന്നു. ഓഫ് റോഡൊക്കെ അടിച്ചില്ല, അപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വന്നു. അപ്പോൾ ഇവിടെ ഇറക്കി വണ്ടിയുടെ പണിയൊക്കെ തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല, പിന്നെ സെറ്റ് ചെയ്യാൻ എടുത്ത് ഇടാമെന്ന് വെച്ച്. അതാണ് വണ്ടി ഇറക്കിയിട്ട് എല്ലാം കാണിച്ചു തന്നത്. ഇതിപ്പോൾ നമ്മൾ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഫ്രണ്ട് വെച്ചിരിക്കുന്നത്, ഒറിജിനൽ. ആ സെയിമിൻ്റെ തന്നെ ആ സെയിം കോപ്പി ഇൻഡിക്കേറ്ററാണ് ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നത് കേട്ടോ. ഇതിന് വന്നിട്ട് 2 ക്വാളിറ്റി ഇറങ്ങുന്നുണ്ട്. 450 രൂപയ്ക്ക് ഇറങ്ങുന്നുണ്ട്, 350 രൂപയ്ക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് 450 ആണെന്ന് തോന്നുന്നു. ഇത് ഫ്രഷ് അല്ല, എൻ്റെ ഫ്രണ്ട് വെച്ചിരുന്നതാണ്. അപ്പം മാറ്റി ഒറിജിനൽ കയറ്റിയപ്പം അത് ഊരി എനിക്ക് തന്നതാണ് കേട്ടോ. അപ്പം ആ ഒരു ഇൻഡിക്കേറ്ററിൽ സൈഡിൽ സ്റ്റിക്കർ അടിച്ചിരിക്കുക കേട്ടോ. ഇതിപ്പോൾ ഇത് വരുന്നതെന്ന് വെച്ചാൽ, ഈ കോപ്പി ഇറങ്ങുന്നത് വെച്ചാൽ ഇത് ഫുള്ള് വൈറ്റാണ് വരുന്നത്. ഇതിൻ്റെ സൈഡിൽ ഈ ഒരു ഭാഗത്ത് മാറ്റ് സ്റ്റിക്കറിങ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് ഒറിജിനൽ നമുക്ക് തോന്നിക്കും. ഓക്കെ, രണ്ടും പുതിയ സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ നമ്മൾ ഈ സ്റ്റോക്ക് ഇളക്കിയിട്ട് അവിടെ ഈ ഇൻഡിക്കേറ്റർ കയറ്റിയിട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഒരുപാട് കണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് വയ്ക്കുന്ന അത്ര വീഡിയോ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മാത്രമല്ല, ഇതിൻ്റെ ഹസാർഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ടിലത്തെ ഹസാർഡിൻ്റെ ലുക്ക്. ഇത് നമ്മളെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ ആകുമ്പോൾ കറക്റ്റ് ലുക്കിനുണ്ടാവും, പടപടാ മിനി കാണിക്കുന്നത്. പക്ഷേ ബാക്ക് പോകാൻ നേരത്ത് ഇത് ഹാലജൻ ബൾബായതുകൊണ്ട് ഒരു വൃത്തിയാണ്, എന്തായാലും വൃത്തിയാണ് കണക്ക്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് മാറ്റാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേക്കിൽ സാധാ വേറെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ മുമ്പ് കയറ്റിയ ഇൻഡിക്കേറ്ററാണ് ഇതാണ് കേട്ടോ. ഫ്ലഷ് മൗണ്ടാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ആ ഇൻഡിക്കേറ്ററിൻ്റെ പ്ലഗ് ഊരി ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇടണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ചുമ്മാ ഇനി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിന് ഇനി ഉപയോഗമില്ല, ഇതിന് ഞാൻ ഇപ്പോൾ കയറ്റുന്നില്ല. പക്ഷേ ഇത് മുമ്പ് കയറ്റിയതിൻ്റെ ഹോള് ഇവിടെ കിടക്കുന്നുമുണ്ട്. ഈ പീസ് ഞാൻ എന്തായാലും മൊത്തത്തിൽ മാറാൻ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ ഇവിടെ കയറ്റാം. പക്ഷേ ചെറുതായിപ്പോവും അല്ലേ? ഞാൻ രണ്ടിൻ്റെ വ്യത്യാസം നോക്കിയാണ്. സ്റ്റോക്ക് വരുന്ന ഇൻഡിക്കേറ്ററിൻ്റെ വലുപ്പവും നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ച ഇൻഡിക്കേറ്ററിൻ്റെ വലുപ്പവും നോക്കിയാണ് എന്ത് വ്യത്യാസമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കയറ്റാം കേട്ടോ. കയറ്റിയിട്ടുള്ള ലുക്ക് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ 2 സ്റ്റെല്ലിൽ ഇൻഡിക്കേറ്റർ ഇളക്കിയിട്ടുണ്ട്. അതായിരിക്കും വേണ്ടാത്ത ഇതിൻ്റെ വയറിങ് കുറച്ച് കട്ടൊക്കെ ചെയ്ത് വെച്ചേട്ടാ. ഇനിയിപ്പോൾ ബേക്കിലത്തിൻ്റെ പ്ലഗ് കൊടുക്കണമെങ്കിൽ നേരത്തെ ഇരുന്ന ഫ്ലഷ് മൗണ്ടിൻ്റെ പ്ലഗ്ഗാണ് കൊടുക്കാനുള്ള. ഇതിൽ ഭയങ്കര ശബ്ദമായി പോകും, അതുകൊണ്ടൊന്നും കേൾക്കാൻ വയ്യ. എനിക്ക് കേൾക്കാൻ പറ്റും, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. ഡിസ്റ്റർബ് ഉണ്ടെന്നെങ്കിലും. ഓക്കെ, ഇതിന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ. ഇൻസ്റ്റലേഷൻ ചെയ്ത് ചെയ്യണം. അതിന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇതിൻ്റെ പ്ലഗ് ഊരി ഇതിൽ കൊടുക്കണം. ഇതിൽ കൊടുത്തിട്ട് നമുക്ക് വണ്ടിയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളെ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട മോഡാണ് കേട്ടോ. ഹസാർഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈൽ ഈ ഒരു മോഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. അങ്ങനെ ഇനി ഫ്രണ്ടിൽ കാണിച്ചുതരാം. വെട്ടം കൂടുതൽ ഫ്രണ്ടിലാണ്, ക്വാളിറ്റി കൂടുതൽ ഫ്രണ്ടിലാണ്. എങ്കിലും ഇത് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ചുകൊണ്ടായാലും അത്ര ക്വാളിറ്റി ഇല്ലെന്ന് പറയത്തില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 450 രൂപയ്ക്കുള്ള സാധനമാണെങ്കിലും സംഭവം ഓക്കെയാണ്. ഇപ്പോൾ ബേക്ക് മലക്കാടിൽ ഈ ഒരു ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ വയ്ക്കുമ്പോൾ മറ്റേ പെരുവിരിക്കുന്ന ഇൻഡിക്കേറ്റർ. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ബലൂൺ കണക്ക് ഇത് ഇൻഡിക്കേറ്റർ മാറ്റി ഈ ഒരു LED ആക്കിയപ്പോൾ വണ്ടിക്ക് നല്ല മാറ്റം വന്നല്ലേ? ഈ മലക്കാട് ഞാൻ ഊരുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഇൻഡിക്കേറ്റർ മാറ്റി ഇങ്ങനത്തെ ആക്കാമെന്ന് വിചാരിച്ചാൽ. എന്തായാലും കുറച്ച് ലുക്ക് എന്തായാലും വ്യത്യാസം വന്നിട്ടുണ്ട്. വണ്ടിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് മാറി. മൊത്തത്തിലുള്ളതെന്ന് അറിയത്തില്ല, ബേക്കിലത്തെ ലുക്കിന് കാര്യമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട് അല്ലേ? സൈഡിൽ നോക്കുമ്പോൾ ആ ഒരു ചെറിയ ഇൻഡിക്കേറ്റർ വരാൻ നേരത്ത് വലിയ വൃത്തിയായിട്ടില്ലാതെ ഒതുങ്ങി ഇരിപ്പുണ്ട് സാധനം പൊടി. അപ്പോൾ നമ്മളെ ഇൻഡിക്കേറ്ററിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് കയറ്റിയതാണ് ഈ വഴിയാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ സാധാരണ അവിടെയിട്ടാണ് വണ്ടി പണിയുന്നത്. അവിടെ നമ്മൾ ഈ പാറക്കല്ലൊക്കെ വെച്ച് തടിയൊക്കെ വെച്ചാണ് ഇങ്ങോട്ട് ഇറക്കിയത്. ചുമ്മാ ഇന്നും അവിടെ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി താഴോട്ട് ഇറക്കി ചെയ്തതാണ്. കുറച്ചുകൂടെ നല്ല സ്ഥലമാണ് കേട്ടോ അത്. അവിടെ ചെയ്യുന്ന അവിടെ ഉള്ള തേരിയും കാരണം അടിയിലൊന്നും കുടിഞ്ഞ് പോകത്തൊന്നുമില്ല. ഇത് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കിളികളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തിരിഞ്ഞത്.
ഇനിയിപ്പോൾ തിരിച്ച് ഇനി കയറ്റി അങ്ങോട്ട് വയ്ക്കണം. അതിന് എങ്ങനെ നടക്കുമെന്നൊന്നും അറിയാൻ വയ്യ. ജസ്റ്റ് ആ ഒരു സമയത്ത് എന്തെല്ലാ മനസ്സിൽ തോന്നിയെങ്കിൽ ചെയ്തതാണ്. കയറും, പിന്നെ കയറാതെ അടി തട്ടും, തരും നടുക്കാതെ എവിടെയെങ്കിലും തട്ടും. എന്തായാലും കയറ്റണം. ഓക്കെ, ആരുടെയും സഹായം ഇല്ലാതെ കയറ്റി. ടയർ മൊത്തം കുറച്ച് ഇറങ്ങി. സിമ്മൻ്റ് ആയിരുന്നു കേട്ടോ. സിമ്മൻ്റൊക്കെ ശകലം പൊടിഞ്ഞു പോയി. ഇനിയിപ്പോൾ അമ്മേനെ ചെയ്ത് എനിക്ക് കേൾക്കാം, അതിൻ്റെ തൂത്ത് കളയാം. അപ്പോൾ കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിപ്പോയി. നമ്മുടെ ഇൻഡിക്കേറ്റർ വയ്ക്കുന്ന വീഡിയോ, പിന്നെ നമ്മുടെ ഈ ഒരു തെറ്റുകളുടെ അടുത്ത് കയറുന്നത് അല്ലേ, അതൊരു വീഡിയോ ആയിട്ടൊന്നുമല്ല. ഈ ഇൻഡിക്കേറ്ററാണ് നമ്മളെ മെയിനായിട്ടുള്ള വീഡിയോ. ഞാൻ വയ്ക്കണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ, ഈ വയ്ക്കണമെന്നല്ല, ഈ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ വച്ചുകൊണ്ട് വയ്ക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിന്നപ്പം ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്നു, യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബർ തന്നെ വിളിച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഇടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് അതിൻ്റെ വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ എടുത്ത് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് ഇൻഡിക്കേറ്റർ എടുത്ത് സെറ്റ് ചെയ്ത് കയറിപ്പൊടി. അതിനടുത്ത് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്ത് ജസ്റ്റ് ലുക്ക് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്കിലത്തെ ലുക്ക്. ഓക്കെ, അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതിനും എൻ്റെ പുതിയ ലുക്ക് എങ്ങനെ എടുത്ത് പറയാം. കോമഡി ആണെങ്കിൽ കോമഡിയാണെന്ന് പറഞ്ഞോട്ടോ, ധൈര്യമായിട്ട് വെച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.